നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. हम अच्छे से जानने वाला एक वचन है, 2 രാജാവും का 4ാം അധ്യായം. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയുടെ അടുത്ത് വന്ന് പരിഹരിക്കപ്പെടുന്ന വിഷയങ്ങളെയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുന്നത്. वहां पे देखते हैं कि एलीशा के पास में भविष्यवक्ता की पत्नी आकर कुछ बातों को बताती है. പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, पवित्र आत्मा जो हमसे बात करता है, प्रभु की आवाज को ഇവിടെയും ആ സഹോദരി അനുസരിക്കാൻ തയ്യാറായപ്പോൾ ആ ഭവനത്തിന്റെ ശൂന്യത പരിഹരിക്കപ്പെടുകയാണ്. वहां पे उस भविष्यवक्ता की पत्नी जब मानने के लिए तैयार हुई तो उसके भवन की शून्यता समाप्त हो गई. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ തീം തന്നെ അതാണ്. हमारे उपवास प्रार्थना का थीम भी यही है, അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത്. अनुसरण करे और आशीष को पाए. എന്റെ ഭർത്താവ് മരിച്ചുപോയി, मेरा पति मर गया है, പക്ഷേ ഇപ്പോൾ കടക്കാർ വന്ന് 2 മക്കളെയും പിടിച്ചുകൊണ്ട് പോകുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. वहां आकर ऐसे बोलती है, कर्जदार आकर मेरे दोनों पुत्रों को लेके जाने की अवस्था में है. ഭർത്താവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തലമുറയെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ഭാരമോ കടത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സഹോദരിക്ക് കണ്ടെന്ന് വരികയില്ല. जब उसका पति जीवित था तो शायद कर्ज के बारे में सोचने के लिए उसको जरूरत नहीं होगी. ജീവിതത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേക്കപ്പെട്ട ഒരു മാതാവ്, ऐसा एक माता जो अपने जीवन का सारा भार उठाए हुए അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ ആ തലമുറകളാണ്. उसकी उम्मीदें सारी वो बच्चे हैं. പക്ഷേ അവർ ചിന്തിക്കുന്നതിനപ്പുറമായി തലമുറകളെ പിടിച്ചുകൊണ്ടുപോകുവാൻ ആൾക്കാർ വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നു. वहाँ एक सिचुएशन को हम देखते हैं कि उसके बच्चों को लोग आकर पकड़ के लेके जा रहे हैं. അവർക്ക് അഭയം പ്രാപിക്കാനോ ഓടിച്ചെന്ന് കാര്യങ്ങളെ പറയാനോ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ എലീശയായിരുന്നു. कहाँ जा सकते हैं? वो वहीं जा सकती है, एलीशा के पास में, जो उसकी बातों को सुन सकता है. അവർക്ക് നന്നായിട്ട് അറിയാം എലീശയുടെ മേലുള്ള അഭിഷേകം എന്താണെന്ന്. उसको अच्छे से जानता है कि एलीशा के ऊपर का अभिषेक. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മിലുള്ള ദൈവത്തിന്റെ കൃപകളെ പരസ്പരം നാം തിരിച്ചറിയണം. इसलिए हम जो है हमारे ऊपर का अनुग्रह या कृपाओं को आपस में समझे. എലീശയുടെ മേലുള്ള അഭിഷേകത്തെ, എലീശയുടെ മേലുള്ള ആത്മസാന്നിധ്യത്തെ ശരിക്കും മനസ്സിലാക്കിയ ഈ സഹോദരി എലീശയുടെ അടുക്കൽ വിഷയമായി ചെല്ലുകയാണ്. अनुग्रह को जानते हुए वो स्त्री जो एलीशा के पास में जाती है, പ്രവാചകനോട് പറയുന്നു, എന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ കടക്കാർ വന്നിരിക്കുന്നു. भविष्यवक्ताओं से बोलते हैं, कर्जदार आ गए हैं, मेरे बच्चों को लेके जाने हैं. സകല പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരു സമയം, सभी उम्मीदें समाप्त होने का ആരും समय है. അറിയണ്ട എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്ന പല വിഷയങ്ങളും, कोई नहीं जानना करके ऐसे बहुत सारे विषय जो है, എന്റെ ഭവനത്തിന്റെ ചരിത്രങ്ങളോ എന്റെ ഭവനത്തിലെ വിഷയങ്ങളോ എന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളോ ആരും അറിയണ്ടെന്ന് ചിന്തിച്ച് കൊണ്ട് നടക്കുന്നവർ ഇന്ന് പകൽ തിരിച്ചറിയുക, വിഷയങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. मेरे भवन का हो या मेरे विषय को कोई नहीं जाने, ऐसा सोचने वाले समझना है कि समय आएगा इन बातों को जानने का. പറയേണ്ടി വരുമ്പോൾ നീ കറക്റ്റാ ദൈവത്തിന്റെ മുൻപിൽ തന്നെ വരണം. जब बोलने का समय आएगा तो उस खुदा के सामने आपको जाकर खड़ा होना കറക്റ്റ് पड़ेगा. നിന്റെ വിഷയത്തിന് പരിഹാരം കിട്ടുന്ന ഇടത്ത് തന്നെ വന്നാൽ മാത്രമേ നിന്റെ വിഷയത്തിന് പരിഹാരമുള്ളൂ. आपके सारे समाधान मिलने के स्थान में आप आएंगे तभी आपको समाधान भी मिलेगा. ഓടി നടന്നത് കൊണ്ട് കാര്യമാകുന്നില്ല. आपको भागने से कुछ नहीं होगा. ദൈവത്തിന്റെ അടുക്കലേക്ക് നിന്റെ വിഷയത്തെ പരമേൽപ്പിക്കാൻ തയ്യാറാകണം. आपके सामने अपने विषय को आपको रखना है. ഞാൻ പറയാം, ദൈവത്തിന്റെ കരത്തിലോ ദൈവത്തിന്റെ അടുക്കലേക്കോ നമ്മുടെ വിഷയങ്ങളെ പരമേൽപ്പിക്കുമ്പോൾ प्रभु के हाथों में अपने विषयों को जब हम रखते हैं तो ദൈവം നമ്മളോട് ചില കാര്യങ്ങളെ പറയും. परमेश्वर हमसे कुछ बातें करेगा. അതനുസരിക്കാൻ മനസ്സുണ്ടെങ്കിലേ അടുക്കലേക്ക് ചെല്ലാവുള്ളൂ. अगर आप उसका अनुसरण करने के लिए तैयार है तो उसके करीब जाए. പലരും പലത് അഡ്ജസ്റ്റ് ചെയ്തു പോകുകയാണ്. कई बातों में हम एडजस्ट करके जा रहे हैं. എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്? क्यों हम ऐसे एडजस्ट कर रहे हैं? വിഷയമായി ദൈവസന്നിധിയിൽ വന്നാൽ अगर विषय लेके खुदा के पास आए, ദൈവം ചില കണ്ടീഷൻ വെക്കും. परमेश्वर कुछ कंडीशनों को ഇന്നിന്ന रखेगा. കാര്യങ്ങൾ ചെയ്താലേ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. इन बातों को आप मानोगे तो अनुग्रहों को पाओगे करके. നോക്കുക, ഈ സഹോദരി കുറെ കാലങ്ങളായി ഇവൾ മറച്ചു വെച്ചിരുന്ന വിഷയമാണിത്. ये बहन काफी दिनों से कुछ विषय को छिपाए रखी थी. എന്നാൽ ഇപ്പം ആർക്കും അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ऐसा एक सिचुएशन में पहुंच गया कि उसका कोई समाधान नहीं हो पा रहा. കാരണം കടക്കാർ വന്ന് പിടിക്കാൻ വന്നിരിക്കുകയാ മക്കളെ. क्योंकि कर्जदार उस बच्चों को पकड़ने आ गए थे. ഇനി ദിവസങ്ങൾ നീട്ടിവെക്കാനില്ല. अब आगे समय बढ़ा नहीं सकते. പ്രതിസന്ധിയുടെ അങ്ങേയറ്റം എത്തി വന്നിരിക്കുകയാ. मुसीबत के अंतिम
समय में हम आ चुके। ഇനി ഒരു മറുപടി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാതൊരു മറുപടി കിട്ടത്തില്ല. अब जो उत्तर मिलना है खुदा के द्वारा किसी और से नहीं मिल सकता है। ദൈവത്തിൽ നിന്നല്ലാതൊരു ദൈവപ്രവൃത്തി ഇനി കാണത്തില്ല. प्रभु के अलावा कोई कार्य हम देख नहीं पा सकते। ഇനി ഞാൻ വേറെ എവിടെ ഓടിയിട്ട് കാര്യമില്ല. हमें दौड़ने से कोई काम नहीं। ഇനി ഞാൻ വേറെ ആരെയും തേടിയിട്ടും കാര്യമില്ല. हमें किसी और को खोजने से कोई फायदा नहीं। വേറെ ഏതെങ്കിലും ആശ്വാസം കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ അത് വെറും ആശ്വാസം മാത്രമാ, പക്ഷെ വിഷയത്തിന് പരിഹാരമില്ല. पर हम किसी बात का आश्वासन के लिए दौड़े तो भी उसका समाधान तो नहीं होगा। ഇവിടെ വിഷയത്തിന് ആശ്വാസമല്ല കിട്ടേണ്ടത്, വിഷയത്തിന് പരിഹാരമാ കിട്ടേണ്ടത്. सिर्फ आश्वासन नहीं चाहिए, हमें समाधान चाहिए। ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, ये उपवास प्रार्थना में मैं आपसे कहना चाहता हूँ, ചില വിഷയങ്ങൾ ആശ്വാസം കിട്ടിയാൽ നല്ലതായിരിക്കും. कुछ विषयों में आश्वासन मिलना अच्छी बात है। പക്ഷേ ഇന്ന് പകൽ ദൈവമക്കൾ ചിന്തിക്കണം, ഈ വിഷയത്തിനകത്ത് എനിക്ക് ആശ്വാസമാണോ വേണ്ടത്, അതോ വിഷയത്തിനൊരു മറുപടിയാണോ വേണ്ടത്? अब आपको सोचना है कि आपके विषय में आश्वासन चाहिए कि उत्तर ഈ चाहिए। വിഷയത്തിനൊരു ആശ്വാസമാ കിട്ടേണ്ടതെങ്കിൽ നിന്റെ വിഷയം ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി. अगर आपको सिर्फ आश्वासन चाहिए तो अपने विषय को किसी से भी कह सकते हैं। അല്ലേ, നമ്മൾ പറയും ചിലരോട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു, അപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. कई बार हम कहते हैं, हमारी बातों को किसी से कहते हैं तो हमें आश्वासन मिलता है, പക്ഷേ പിന്നെയും ആ വിഷയം നിന്നെ അലട്ടും, पर वो विषय फिर से आपके ऊपर आक्रमण करता है, പിന്നെയും നിന്നെ വേട്ടയാടും. फिर से वो आप पर आक्रमण അതുകൊണ്ട് करेगा। ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, पर मैं आज आपसे कहता हूँ, ആശ്വാസത്തെക്കാൾ ഉപരി ഒരു മറുപടി എന്റെ വീടിനകത്ത് पर വെളിപ്പെടണം. आश्वासन से ज्यादा एक उत्तर मेरे भवन में प्रकट होना है। നാളെ എനിക്ക് ഈ വിഷയത്തിൽ തല കുനിക്കാൻ പറ്റത്തില്ല. कल मुझे विषय के सामने सर नहीं झुका सकता। നാളെ എനിക്ക് ഈ വിഷയവുമായി എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുകയില്ല. എന്റെ വിഷയത്തിനൊരു പരിഹാരം വേണം. इस विषय को लेके मैं कल भाग नहीं सकता, पर मुझे इसका समाधान ഈ चाहिए। ആറാമത്തെ ദിവസം ദൈവം പറയുന്നു, നിന്റെ വിഷയത്തിന് ആശ്വാസത്തെക്കാൾ ഉപരി ദൈവം പറയുന്നു ചില മറുപടി പ്രാപിക്കണം. उपवास के छठे दिन खुदा कहता है, तुझे आश्वासन नहीं पर विषय का एक उत्तर मिलना जरूरी है। ഇനി അങ്ങനെ ഒരു വിഷയം ഭാരപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. അവിടെ എനിക്കൊരു മറുപടി കിട്ടിയിരിക്കുന്നു. उस विषय पे सिर्फ समाधान नहीं है, पर खुदा के द्वारा मुझे उत्तर मिला है करके बोलना है। ഇവിടെ ഈ സഹോദരി എലീശയുടെ അടുക്കൽ ചെല്ലുമ്പോൾ बहन एलिशा के पास पहुंचती എലീശ है। ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. एलिशा पूछा एक सवाल, എനിക്ക് ആ वहाँ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. वो सवाल मुझे बड़ा पसंद आया। ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? मैं तेरे लिए क्या करूं? ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടേ? मैं तेरे लिए क्या करूं? നിനക്ക് വേണ്ടത് ആശ്വാസമാണോ, तुझे आश्वासन നിനക്ക് चाहिए വേണ്ടത് മറുപടിയാണോ? या तुझे उत्तर चाहिए? ഇന്ന് പകൽ ദൈവം നമ്മളോടും ചോദിക്കുന്ന ചോദ്യം അതാ. खुदा भी आज हमसे ऐसा पूछता ഞാൻ है, നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? मैं तेरे लिए क्या ചെറിയ करूं? ആശ്വാസം മതിയോ? छोटा आश्वासन നീ काफी കുറച്ചു है। നേരം കരഞ്ഞെന്റെ മുൻപിൽ വിഷയത്തെ പറഞ്ഞാൽ നിനക്ക് ആശ്വാസം കിട്ടും. थोड़ी देर रो ले और अपनी बात को रख ले, तुझे आश्वासन मिल जाएगा। പക്ഷെ ഇന്ന് പകൽ ആ സഹോദരി പറയും, पर आज वो बहन कहेगी, എനിക്ക് ആശ്വാസത്തെക്കാൾ ഉപരി എനിക്കൊരു മറുപടി मुझे വേണം. आश्वासन से बढ़कर एक उत्तर चाहिए। എനിക്ക് എന്റെ തലമുറ പോകാൻ പാടില്ല. मेरा बच्चा नहीं जाना है, എന്റെ തലമുറ ബന്ധിക്കപ്പെടാൻ मेरा പാടില്ല. बच्चा बंधन में नहीं पड़ना എന്റെ है, തലമുറ അടിമയാകാൻ പാടില്ല. मेरा बच्चा किसी के अधीन नहीं എന്റെ होना, തലമുറ ആരും പിടിച്ചുകൊണ്ട് പോകാൻ मेरे बच्चे को അനുവദിക്കരുത്. कोई पकड़ के लेके जाने की अनुमति എന്റെ नहीं। തലമുറയ്ക്ക് വേണ്ട വിടുതലുകൾ, സുരക്ഷിതത്വം ഒന്ന് ഉറപ്പുവരുത്തണം. मेरे बच्चे के लिए जो सुरक्षा के लिए जो उसके लिए एक दृढ़ता चाहिए, ഒരു മറുപടി വെളിപ്പെട്ടു एक വരണം. उत्तर प्रकट होना है, ഒരു ദൈവപ്രവൃത്തി നടക്കണം. एक खुदा का कार्य प्रकट होना। ഈ സഹോദരി പറഞ്ഞതുപോലെ പ്രവാചകൻ തിരിച്ചു പറയാൻ തുടങ്ങി. जैसा उसने बहन ने बोला वैसे ही भविष्यवक्ता उल्टा उससे कहने लगा, ഞാൻ നിനക്ക് എന്താ ചെയ്തു मैं തരേണ്ടത്? तेरे लिए क्या करूं? നിന്റെ പക്കൽ എന്തോ ഉണ്ട്. तेरे पास क्या है? കടം വീട്ടാനുള്ള സാധ്യതകളുണ്ടോ? क्या कर्ज चुकाने के लिए कोई എന്താ നിന്റെ പക്കലുള്ളത്? तेरे पास क्या है? അവള് പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നുമില്ല. मेरे पास एक हांडी तेल है, छोड़ और कुछ नहीं है ഒരു बोला। ഭരണി എണ്ണയുണ്ട്. एक हांडी तेल ആ है, ഭരണിയുടെ തൂക്കം ഒന്നും പറയുന്നില്ല. उसका वजन नहीं बता रहे, എന്തോ ഒരു എണ്ണ ഉണ്ടെന്നും അറിയത്തില്ല. कितना तेल है भी नहीं बता പക്ഷെ रहे ഒരു वहाँ। ഭരണിക്കകത്ത് എണ്ണയുണ്ട്. पर एक हांडी में तेल है पता है, അതുകൊണ്ട് മാത്രം എന്തോ ചെയ്യാനാ? उस मात्र से क्या ഇന്ന് करेंगे? പകൽ ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥന പറയുന്നത്, आज सभी लोगों को पवित्र आत्मा कहना चाहता है, നിന്റെ പക്കലുള്ളതിനെ തമ്പുരാനൊന്ന് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കും. आज आपके पास जो है उसे खुदा बढ़ाना चाहता है। ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കും. अगर इच्छा है उसे बढ़ाएगा, വിശ്വാസമുണ്ടെങ്കിൽ അത് വർദ്ധിക്കപ്പെടും. विश्वास है तो वो बढ़ेगा, പ്രതീക്ഷയുണ്ടോ? അത് വർദ്ധിക്കും. उम्मीद है तो वो बढ़ेगा। എനിക്കത് പ്രാപിക്കാൻ പറ്റുമെന്ന് നിന്റെ അകത്തൊരു ചെറിയ പ്രതീക്ഷയുണ്ടോ? अगर आपके अंदर उम्मीद है कि वो मैं प्राप्त कर सकता हूँ എനിക്കൊരു करके, വിടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? क्या छुटकारा मिलेगा करके एक उम्मीद ഒരു है आप में, ദൈവപ്രവൃത്തി നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? प्रभु का कार्य
ये होगा आप में उम्मीद ഈ है क्या? ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം എന്റെ കുടുംബത്തെ തൊടും, എന്റെ കുടുംബത്തെ വിടുവിക്കും എന്നൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ उपवास प्रार्थना में प्रभु मेरे परिवार को मुझे छुड़ाएगा ये उम्मीद है तो ആ ചിന്ത തമ്പുരാന്റെ കയ്യിൽ നിന്ന് കൈമാറണം. वो सोच को खुदा के हाथों में सौंप ആ दो। ആഗ്രഹം ദൈവത്തോടൊന്ന് പറയാൻ തയ്യാറാകണം. वो इच्छा खुदा से बोलने के लिए आप तैयार है तो അടുത്തത് ദൈവം പറയും നീ എന്തോ ചെയ്യണമെന്ന്. तो दूसरे ही पल परमेश्वर बताएगा आपको क्या ആ करना है। ആഗ്രഹം വെച്ച് നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. आप उस इच्छा को रख के ആ प्रार्थना പ്രതീക്ഷ करें, വെച്ച് നീ പ്രാർത്ഥിച്ചു वो തുടങ്ങിക്കോ. उम्मीद रखकर दुआ करें। ഇവള് പറയും എന്റെ പക്കലുള്ളത് ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. उसने कहा हांडी भर तेल है उसके अलावा कुछ नहीं बोला, അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല बाकी कुछ नहीं है मेरे पास में, എന്നവൾ പറയുക. ऐसा उसने कहा। അതിനെ എലീശ പറഞ്ഞത് നീ ചെന്ന് വെറും പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. एलीशा ने कहा तो बाहर जाकर अपनी सब पड़ोसियों के खाली बर्तन मांग ले आ, വായ്പ വാങ്ങുക. कर्ज मांग के लेके आ बोला। സത്യത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം. कई बात मैंने बताया है ये, വായ്പ മേടിച്ചതാ ഇപ്പോഴത്തെ ഈ വീട്ടിലെ പ്രശ്നം. सही बोले तो कर्ज लिया हुआ इस घर की प्रॉब्लम भी। വീണ്ടും പ്രവാചകൻ പറയാണ് നീ എന്തു മേടിക്കണം? വായ്പ മേടിക്കണം. पर फिर से भविष्यवक्ता उसे कहता है कि जाके कर्ज मांग, വെറും പാത്രങ്ങൾ വായ്പ മേടിക്കണം. खाली बर्तन को उधार मांग। കടക്കാര് വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വന്ന് നിൽക്കുമ്പോൾ कर्जदार जब पकड़ के लेके जाने के लिए खड़ा है, അല്ലെങ്കിൽ ഒരു അവധി വെച്ചിട്ട് വരുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ इतने दिनों के बाद आकर मैं उन्हें ले जाऊंगा ऐसे डरा कर गए वे, ഓടിച്ചെന്ന് ഏലീശയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ भाग के जाके एलीशा को बोलने के ഏലീശ बाद പറയുന്നു വെറും പാത്രങ്ങൾ കൊണ്ടുവരണം, तब एलीशा बोलता है खाली बर्तनों को लेके आओ, വായ്പ വാങ്ങുക. कर्ज लेकर उधार എടുത്തു लेकर। പറഞ്ഞു പാത്രങ്ങൾ എന്താകരുത്? കുറവാകരുത്. पर उसने ये भी कहा कि बर्तन थोड़े ना हो। പിന്നെയും പറയുന്നു फिर बोलता है നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും എണ്ണ പകരണം. फिर तू अपने बेटों समेत अपने घर में जाओ, द्वार बंद करके उन सब बर्तनों में तेल उंडेल देना और भर देना। നിറഞ്ഞത് മാറ്റി വെക്കണം. जैसे जैसे बर्तन भरेगा उसे हटाते रहना। സത്യത്തിൽ വിഷയമായിട്ട് ആരാ വന്നേ? सही में विषय लेके कौन आया था? അമ്മയാ വന്നേ, माता आई थी, മക്കളല്ല വന്നേ. बच्चे नहीं आए थे। ദേ എന്നെ പിടിച്ചുകൊണ്ട് പോന്നു, എന്നെ ഏലീശയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മക്കളല്ല വന്നേ, हाँ मुझे पकड़ के लेके जा रहे करके एलीशा के पास बच्चे नहीं आए थे, അമ്മയാ വന്നേ. माँ आई थी। അമ്മ വന്നു കഴിഞ്ഞപ്പോൾ अम्मा जब माँ आ गई, അമ്മയോട് പറയുക माँ से कहता है ആ वो മക്കളെയും കൂടെ പിടിച്ചിരുത്തണം. उन बच्चों को भी पकड़ के बिठा ले। മക്കൾക്കല്ലേ വിടുതൽ വേണ്ടത്? बच्चों को है ना छुटकारा നീ चाहिए। പ്രാർത്ഥിക്കുമ്പോ മക്കൾ എവിടാ? तू प्रार्थना करते तो നീ बच्चे कहाँ हैं? പ്രാർത്ഥിക്കുമ്പോ മക്കൾ എന്തിയേ? तू प्रार्थना करते तो बच्चे कहाँ हैं? മക്കളെ കൂടെ പിടിച്ചിരുത്തണം. बच्चे को भी पकड़ के बिठाना, മക്കളെ കൂടെ വിഷയത്തോട് ബന്ധപ്പെടുത്തണം. बच्चे को भी उस विषय से संबंध करना। ഒരിക്കൽ പറഞ്ഞാൽ ആ വീടിനകം മുഴുവൻ ഒരു അനുസരണത്തിന്റെ ഒരു അനുഭവമായി. उस घर को देखे तो अनुसरण करने का एक अनुभव देखा गया। വിടുതല് മക്കൾക്ക് വേണ്ടേ? बच्चों को छुटकारा चाहिए ना, വേണോ? മക്കൾക്കാണോ വിടുതല് വേണ്ടത്? बच्चों को है ना छुटकारा चाहिए। ഇവളോട് പറയുക നീ പകരണം. तू बांध उंडेल देना, നിറയുന്നത് മാറ്റിവെക്കണം. भरता जाता है उसे अलग रखना बोल। എന്നിട്ട് അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. तब वह उसके पास से चली गई और अपने बेटों समेत अपने घर जाकर द्वार बंद किया। ഇപ്പം വീടിനകത്ത് മക്കളും അമ്മയും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? പകരാൻ തുടങ്ങുക. अब बच्चे और माँ मिलकर उंडेलने लगे। ചിലരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് कुछ लोग की प्रॉब्लम क्या है यहाँ, നമ്മൾ വിചാരിക്കും ഓ ഇനി മക്കൾ എന്ത് ചെയ്യണ്ട, അവരെ ഭാരപ്പെടുത്തണ്ട, हाँ चलो बच्चों को ज्यादा तकलीफ नहीं देना, അവരെ ഭാരപ്പെടുത്തണ്ട, ज्यादा तकलीफ बच्चों को नहीं देते हम, അവരങ്ങനെ ഇരിക്കട്ടെ, हाँ ऐसे बैठने दो ने। ഞാൻ എന്ത് ചെയ്യാം? हम क्या करते हैं, ഞാൻ പ്രാർത്ഥിച്ചങ്ങ് പരിഹാരം കൊടുക്കാം. अब मैं खुद अकेला प्रार्थना करके उसका निवारण कर लूंगी। ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. पर प्रभु ऐसा नहीं चाहता। യേശു കർത്താവ് പോലും സിയോൻ പുത്രിമാരോട് പറഞ്ഞതും यीशु मसीह भी सियोन पुत्रियों से ऐसे कहती है, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയാനാ. तुम और तुम्हारे बच्चों को याद करके रो बोलते हैं। ഇതൊന്നും വെറുതെ തമ്പുരാൻ പറഞ്ഞതല്ല. प्रभु ने ऐसे ही उन बातों को नहीं कहा। മക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, बच्चों के लिए कोई उत्तरदायित्व है, തലമുറകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. बच्चों के पास उत्तरदायित्व है। അമ്മ പ്രാർത്ഥിക്കുമ്പോ തലമുറകളും പ്രാർത്ഥിക്കേണ്ടത് जब ആവശ്യമാണ്. माँ प्रार्थना करे तो बच्चे भी दुआ ഞാൻ करना പറയാം, है। ഒരുപക്ഷെ ഇന്ന് നമ്മുടെ തലമുറകൾ എല്ലാ തലമുറകളൊന്നും നമ്മുടെ കൂടില്ല. हो सकता है सारे बच्चे हमारे नजदीक ना हो तो भी, പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ തലമുറ അറിയണം നീ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതാണ്. पर उपवास प्रार्थना में आपको जानना है कि आपके बच्चे कैसे होना है। നീ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതാണെന്ന് നമ്മുടെ തലമുറയും അറിയണം. आप जो
विषय में दुआ कर रहे हैं, आपके बच्चे भी वो विषय जानना जरूरी है। പറയണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെയും കൂടെ വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട്. ये उपवास प्रार्थना में तेरे विषय में भी हम दुआ कर रहे हैं, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. परिवार के लिए हम प्रार्थना कर रहे हैं, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. बच्चे के लिए मैं दुआ कर रही हूँ, बताना है। നീയും തിരിച്ചറിഞ്ഞോണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നീ ഇരിക്കുന്ന സ്ഥാനത്ത് നീയും സഹകരിക്കണം പ്രാർത്ഥനയിൽ. ऐसे उपवास प्रार्थना में बताना है कि हम बैठे वैसे तुम भी उस स्थान पर बैठना है ഇത് करके, ഒരുപോലെ വിടുതലാണ്. तब एक साथ छुटकारा मिलेगा। ഇന്ന് പകൽ ദൈവം ചുമ്മാതെ പറയല്ല ഇത്. परमेश्वर यूं ही नहीं बता रहा इन बातों ഞാൻ को। തന്നെ പ്രാർത്ഥിച്ച് നേടിയെടുക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ നടക്കത്തില്ല. अगर मैं खुद प्रार्थना कर कर उसे पा लूंगी सोचे तो नहीं होगा। തലമുറയുടെ വിഷയത്തിന് ആ വിടുതൽ വേണമെങ്കിൽ ആ തലമുറയും ആ വിഷയത്തെ മനസ്സിലാക്കി പ്രാർത്ഥിച്ചോണം. अगर किसी बच्चे के विषय में आप प्रार्थना करें तो बच्चा भी वो विषय को जानकर उसका समाधान को प्राप्त करना है। നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കുക तो हम तो पूरी तरह टेंशन में हो रहे हैं। അല്ലേ? പലരുടെയും പ്രശ്നം അതാ. कई लोग की प्रॉब्लम्स यही നമ്മൾ है। തലമുറ ഓർത്ത് നമ്മൾ തീ തിന്നുന്ന ഓരോ ദിവസവും हमारे बच्चे की समस्याओं को सोचकर हम जल रहे रोज, നമുക്ക് ഭയങ്കര സങ്കടവുമാ. हमको बहुत दुख हो रहा है रोज, നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് बहुत പ്രാർത്ഥിക്കുക. ज्यादा दुख होकर हम प्रार्थना कर रहे ദൈവമേ हैं। അവർക്ക് വേണ്ടി വഴി തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. प्रभु उनके लिए रास्ता खोल करके हम दुआ कर रहे हैं। ദൈവപ്രവൃത്തി അവർക്ക് നടക്കണമെന്ന് നമ്മൾ हम പ്രാർത്ഥിക്കുന്നു. प्रार्थना कर रहे हैं, खुदा उनके लिए प्रभु का कार्य हो। പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല, प्रार्थना करना गलत नहीं है, അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടാതെ. क्योंकि वो हमारा പക്ഷെ उत्तरदायित्व നീ है। പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിന്റെ തലമുറകൾ തിരിച്ചറിയണം. पर आप जो प्रार्थना कर रहे हैं आपके बच्चे उसके बारे में जानना നീ है। പ്രാർത്ഥിക്കുന്നത് ആ തലമുറയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ തലമുറ തിരിച്ചറിഞ്ഞ് ആ തലമുറ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അവരും മുട്ടുമടക്കണം. आप जो प्रार्थना कर रहे हैं वे जानकर वो प्रभु के सानिध्य में अपने घुटनों को भी टेकना है, എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. तभी खुदा का कार्य होगा। നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നു, बहुत सारी बातें हम खुदा से बोलते हैं, ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കുന്നു, बहुत प्रार्थना भी कर रहे हैं, പക്ഷേ തലമുറ ഇതൊന്നും അറിയുന്നില്ല. पर बच्चे इस बात को नहीं जान रहे। നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തലമുറയ്ക്ക് ദേഷ്യമാ, जब हम प्रार्थना करने के लिए बोले तो उन्हें गुस्सा आता है बच्चों അല്ലേ? को। അവരുടെ വിഷയമായിട്ട് അവർക്ക് അല്പനേരം ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവർക്ക് സമയമില്ല. उनको विषय लेकर वो बच्चे खुद देर अपना विषय लेके नहीं बैठ पाते। അല്ലാത്തതിനെല്ലാം നമുക്ക് ഒത്തിരി സമയമാണ്. दूसरे बातों के लिए हमें पूरा समय मिलता है। വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകാനും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനും വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടാനും നമുക്ക് ഒത്തിരി സമയങ്ങളുണ്ട്. फालतू कार्यों को करने के लिए बोलने के लिए हमें तो समय पूरा है, പക്ഷെ ബൈബിൾ വായിക്കാൻ സമയമില്ല. पर बाइबल पढ़ने के लिए समय नहीं है। ചിലര് പറയുന്നതാ, कई लोग ऐसा बोलते ബൈബിൾ हैं, വായിക്കാൻ എനിക്ക് സമയമില്ല. बाइबल पढ़ने के लिए मेरे पास समय नहीं है। തമ്പുരാൻ നിനക്ക് സമയം തരും. प्रभु एक दिन समय देगा आपको। തമ്പുരാൻ സമയം തരുമ്പോ പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് സമയം കിട്ടിയെന്ന് വരത്തില്ല. हो सकता है प्रभु जब समय देगा तो आपकी मर्जी का समय नहीं होगा, ഇന്ന് പകൽ ദൈവമക്കൾ മറന്നു പോകരുത്. पर आज आप ना भूले ഈ മാതാവിന്റെ സങ്കടം വല്ലാത്തൊരു അനുഭവമായി മാറി. उस माता का दुख एक अलग अवस्था में ഈ पहुंच गया। തലമുറയെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ ഈ അമ്മയ്ക്കുണ്ട്. उस बच्चे के लिए बहुत उम्मीदें थी उस माँ को। തലമുറകളെ കുറിച്ചുള്ള പ്രതീക്ഷയുള്ള അമ്മമാരോട് ഇന്ന് പകൽ ഞാൻ പറയാം, आज बच्चों से उम्मीद करके बैठी हुई നിന്റെ माताओं से कहता हूँ, തലമുറ എന്താകണമെന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ आपके बच्चे क्या होना है सोचकर जब आप प्रार्थना ആ करते हैं, വിഷയത്തിന്റെ കാഠിന്യത നിന്റെ തലമുറയും കൂടെ അറിയണം. उस विषय कितना कठिन है वो बच्चा भी जानना है। മോനെ ഞാൻ ഇന്നതുപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. इस विषय के लिए मैं तेरे लिए प्रार्थना कर रहा हूँ। മോളെ ഞാൻ ഇന്നതുപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. बेटी, मैं तेरे लिए इस विषय के लिए दुआ कर रही हूँ। നീയും അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. उसी प्रकार तुम लोग भी प्रार्थना के लिए तैयार हो जाओ। ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചോണം. प्रभु के वचन को कसकर थामे रहो। ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കണം. प्रभु के आवाज को कान दो। ആരാധനയും പ്രാർത്ഥനയും ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം. आराधना और प्रार्थना आपके जीवन में खोए बगैर आप विश्वास से उसे थामे रखना, എങ്കിൽ മാത്രമേ വിടുതലുള്ളൂ. तभी छुटकारा होगा। പ്രവാചകൻ ആ വീടിനോട് പറയാ, വീടിനകത്ത് വിടുതൽ വേണോ? भविष्यवक्ता कहता है घर में छुटकारा चाहिए, തലമുറയുടെ വിഷയത്തിന് വിടുതൽ സംഭവിക്കണോ? बच्चे के जीवन के लिए छुटकारा होना जरूरी है। വെറും പാത്രങ്ങൾ മേടിച്ചു കൊണ്ടുവരണം. खाली बर्तनों को लेके आओ। അതൊക്കെ കുറച്ച് മെനക്കേടല്ലേ? ये तो थोड़ी तकलीफ की बात है ना, മെനക്കേടണം. तकलीफ उठाना, വിടുതൽ വേണ്ടേ? छुटकारा चाहिए ना। മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കൈ നനയാതെ മീൻ പിടിക്കണം. मलयालम में कहावत है कि हाथ भी गीला नहीं होना और मछली भी पकड़ना है। നടക്കുവോ? होगा क्या? എനിക്ക് മെനക്കെടാനൊന്നും വയ്യ. मैं तकलीफ तो नहीं उठा सकता। എനിക്ക് ഈ ദൈവം പറയുന്നൊന്നും എല്ലാം ഒന്നും അനുസരിക്കാൻ എനിക്ക് ഒക്കുകയില്ല. ये प्रभु जो बोलता है मैं उसका अनुसरण भी नहीं करना चाहता। എല്ലാം ഒന്നും അനുസരിക്കാൻ ദൈവം പറഞ്ഞാൽ ഞാൻ അതൊന്നും
അത്ര കേൾക്കത്തില്ല. सारा बोल बातों को मैं अनुसरण नहीं कर सकता, പക്ഷെ എന്റെ തലമുറയ്ക്ക് വിടുതൽ വേണം. पर प्रभु मेरे बच्चों को छुटकारा चाहिए. എന്റെ വീട്ടിൽ വിടുതൽ നടക്കണം. मेरे घर में एक छुटकारा चाहिए. നടക്കുകയില്ല. नहीं होगा. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. बाइबल हमें व्यक्त रूप से सिखाता है. ആർക്ക് വിടുതൽ നടക്കണോ किसको छुटकारा चाहिए. ദൈവം പറയുന്നത് അവൻ കേൾക്കണം. प्रभु बोला बात उसे सुनना पड़ेगा. ദൈവം പറയുന്നത് അനുസരിക്കണം. प्रभु जो बोला अनुसरण करना पड़ेगा. അതിലൊരു തലമുറ उसमें से एक बच्चा പറയുക എന്ന് വിചാരിച്ചു. सोचो बोलता है ऐसा. എനിക്കൊന്നും സമയമൊന്നുമില്ല. हाँ मेरे पास समय नहीं है. അയ്യോ നിന്റെ വിഷയത്തിന് വേണ്ടിയായി അമ്മ പോയി പറഞ്ഞേക്കുന്നേ. पर हाँ तेरे विषय के लिए है माँ जाके बात किया. നിന്റെ വിഷയത്തിന് വേണ്ടിയാ ഇരുന്ന് പ്രാർത്ഥിക്കുന്നേ. तेरे विषय के लिए माँ बैठ के दुआ कर रही है. നിന്റെ വിഷയത്തെ ആ ദൈവസന്നിധി വെച്ചേക്കുന്നേ. तेरे विषय को प्रभु के सानिध्य में रखा അപ്പൊ है. നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ क्या तुझे प्रार्थना करने के लिए समय नहीं है तो കിട്ടത്തില്ല മറുപടി. कुछ उत्तर नहीं मिलेगा. ഞാൻ ദൈവമക്കളോട് പറയാം അങ്ങനെയുള്ളതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകല്ലേ. मैं कहना चाहूंगा ऐसे लोगों के लिए आप दुआ ना करें. അനുസരിക്കാത്തവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല. अनुसरण नहीं करने वाले के लिए दुआ करने से പിന്നെ कोई उपयोगी नहीं. അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണോ അറിയോ? पर उनके लिए कैसे प्रार्थना അവർക്ക് करना? ദൈവം സമയം കൊടുക്കാൻ പ്രാർത്ഥിക്കണം. प्रभु उनको समय दे करके दुआ करे. വചനം വായിക്കാൻ അവർക്ക് സമയമില്ലല്ലോ. वचन पढ़ने के लिए उनके पास समय नहीं है. പിന്നെ എങ്ങനെ വിശ്വാസം കയറുന്നകത്ത്? फिर कैसे विश्वास उनके अंदर आएगा? വിശ്വാസം എങ്ങനെ വരുമെന്ന വചനം പറയുന്നേ? वचन बोलता है कैसे विश्वास करें? വചനത്തിന്റെ കേൾവിയാൽ. वचन सुनने से होगा विश्वास. എടാ വചനം കേൾക്കാത്തവൻ എങ്ങനെ വിശ്വാസം വരുന്നേ? वचन सुनता ही नहीं है वो कैसे विश्वास में आएगा? ദൈവസന്നിധി പോയി ദൈവസഭയ്ക്കകത്ത് പോയി പ്രാർത്ഥിക്കാൻ ഇരിക്കാത്ത നീ എങ്ങനെ വചനം കേൾക്കുന്നേ? प्रभु के सानिध्य में आकर प्रार्थना नहीं कर सकता तो खुदा कैसे सुनेगा? ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. पवित्र आत्मा बोले गए शब्दों को हमें समय निकाल कर सुनना है. അതിന് വില കൊടുക്കണം. उसको लिए कीमत चुकाना है. വില കൊടുത്തേ പറ്റത്തുള്ളന്നേ. कीमत चुकाना ही ബൈബിൾ पड़ेगा. ചരിത്രം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നു. बाइबल चरित्र ये सिखाता है हमें. വില കൊടുത്തവനെ जो അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ. कीमत चुकाता है वो अनुग्रहित होता है. നമുക്കറിയാം, ഒരു നോഹയെ നമുക്കറിയാം. हम नूह के बारे में हम जानते हैं. നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ദേശത്തെ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പോവാ. परमेश्वर नूह से कहता है इस देश को मैं जो है पानी से नष्ट करूंगा. വെള്ളപ്പൊക്കം ഞാൻ വരുത്തും. पानी में लेके आऊंगा. ദേശത്തെ ഞാൻ നശിപ്പിച്ചു കളയും. देश को मैं नष्ट कर दूंगा. നീ പ്രസംഗിച്ചു. तू प्रचार कर. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, उसके साथ एक बात और बोला. നീ എന്ത് ചെയ്യണം? ഒരു പെട്ടകം കൂടെ പണിയണം. साथ में तुम्हें एक नाव को भी बनाना है. അപ്പനും മക്കളെല്ലാം കൂടെ പെട്ടകം പണിയുക. बाप और बच्चे मिलकर जहाज को बनाते हैं. അനുസരിച്ച നോഹയുടെ കുടുംബത്തെ ദൈവം വിടുവിച്ച ചരിത്രമാ ബൈബിളിൽ കാണുന്നത്. अनुसरण किए वे नूह के बारे में बाइबल चरित्र में बताता है. അനുസരിക്കാത്തവനെല്ലാം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയപ്പോൾ अनुसरण नहीं करने वाले पानी में जब डूब गए, അനുസരിച്ച ഒരു കുടുംബത്തെ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനകത്താക്കി എന്ന് अनुसरण करने वाले एक परिवार को परमेश्वर ने अपने सुरक्षा में बना लिया. അപ്പൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ जब वो पिता परमेश्वर को मानने का तैयार ആ हुआ, കുടുംബം മുഴുവൻ ദൈവത്തെ അനുസരിച്ചു. वो पूरा परिवार खुदा की आज्ञा का माना. ഇന്ന് പകൽ കുടുംബം മുഴുവൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ अगर पूरा परिवार खुदा का अनुसरण करने के लिए तैयार है, ദൈവസന്നിധിയിൽ ആമേൻ, എന്റെ വിഷയവുമായി, ദേശത്തിന്റെ വിഷയവുമായി, ദൈവം തരുന്ന നിയോഗത്തിന്റെ വിഷയവുമായി ഞങ്ങൾ ഇരിക്കുകയാ. मैं और मेरा परिवार और देश के विषय को प्रभु ने दिए नियुक्ति के अनुसार मैं खुदा के सानिध्य बैठा हूँ. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി ഉണ്ട്. ऐसे आप बैठे हैं तो एक उत्तर है. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, ഏലീശയുടെ അടുക്കൽ ചെന്ന മാതാവിനോട് ഏലീശ പറയുന്നു, നീ പോയി നിന്റെ മക്കളുമായി കഥ കടക്കണം. एलीशा के पास आई उस माँ से कहते हैं एलीशा कि बच्चों के साथ जाकर द्वार बंद करना अपने भवन का. വെറും പാത്രങ്ങൾ കളക്ട് ചെയ്യണം. खाली बर्तनों को इकट्ठा करना. പാത്രങ്ങൾ കുറവായിരിക്കരുത് बर्तन में कमी ना हो. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് വരരുത്? ഒരു കുറവ് വരരുത് ഒന്നിനും. पर तेरे जीवन में कहना चाहते हैं कि कोई कमी ना हो. പ്രാർത്ഥനയ്ക്ക് കുറവ് വരരുത്. प्रार्थना में कमी ना हो. വിശ്വാസത്തിന് കുറവ് വരരുത്. विश्वास में कमी ना हो. ആരാധനയ്ക്ക് കുറവ് വരരുത്. आराधना में कमी ना हो. വചനം ചിന്തിക്കുന്നതിൽ കുറവ് വരരുത്. वचन मनन में कमी ना हो. ഇത് വായിക്കുന്നതിൽ കുറവ് വരരുത്. पढ़ने में कमी ना हो. ഇത് ധ്യാനിക്കുന്നതിൽ കുറവ് വരരുത്. ध्यान करने में कमी ना हो.
हो, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൽ കുറവ് വരരുത്. परमेश्वर की आवाज सुनने में कमी ना हो. കുറവ് വരാതെ നീ ദൈവസന്നിധിയിൽ ഇരുന്നാൽ कमी बगैर खुदा के साथ നിന്റെ കുടുംബത്തെ ആദരിപ്പാൻ ദൈവം വിശ്വസ്തനാ. कमियों का परिहार करने के लिए प्रभु हमारा विश्वास योग्य है. പകലൊന്ന് വിശ്വസിച്ചു നോക്കിക്കേ. आप आज विश्वास करके देखिए. ദൈവമേ, നിന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് കുറവ് വരാതെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മറുപടി സുനിശ്ചിതമായി കിട്ടും നമുക്ക്. परमेश्वर के सामने कमी वगैरह अगर आप प्रार्थना करते हैं तो प्रभु के द्वारा उत्तर मिलेगा अवश्य. എന്നിട്ട് പറയും, അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. और घर जाकर द्वार बंद कर और बर्तनों में तेल उंडेल दे और जो भरता है उसे अलग रख दी जा. കാരണം ഇങ്ങനെ കഷ്ടപ്പെടണേ. सही बोले तो इतना कष्ट उठाना है, तकलीफ उठाना है. പാത്രങ്ങളെല്ലാം വീടിനകത്ത് കയറ്റണം. ये सारा बर्तन घर के अंदर लेके आना है. ഇനി നിറഞ്ഞത് സൈഡിലോട്ട് മാറ്റി വെക്കണം. और जो बर्तन भरता जा रहा है उसे एक कोने में भी रखते जाना है. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. मैं यहाँ समझा एक बात बताता हूँ. അമ്മയുടെ ഉത്തരവാദിത്തം माँ का जो उत्तरदायित्व था പകരുകയായിരുന്നു. वो उंडेल रही थी. മക്കളുടെ ഉത്തരവാദിത്തം बच्चों का उत्तरदायित्व क्या था? രണ്ട് ഉത്തരവാദിത്വമായിരുന്നു. दो उत्तरदायित्व थे. ഒന്ന്, ഒരു വെറും പാത്രം വെച്ചു കൊടുക്കണം. और खाली बर्तन उठा के देना. രണ്ട്, നിറഞ്ഞു കഴിയുമ്പോൾ जब वो भर जाए ഇത് എടുത്തുകൊണ്ട് സൈഡിൽ വെക്കണം. और जब वो भर जाए तो उसे ले जाके साइड में या कोने में रखना. ഓ, എന്നാ വിടുതലല്ലേ. क्या छुटकारा है सोचिए. ഓർത്ത് നോക്കി, എന്ത് വിടുതൽ വെളിപ്പെടും. कितना छुटकारा प्रकट होगा. ദൈവത്തിന്റെ ആ ഒരു നീതിയല്ലേ അവിടെ വെളിപ്പെടും. परमेश्वर का धर्म है ना वहाँ प्रकट हो रहा है. എന്നാ ഐക്യതയാ. कितनी एकता है. വചനം പറയുന്നു, രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും കിട്ടും. दो लोग एक मन से दुआ करेंगे, उसको कुछ भी मांगो मिल जाएगा. അത് ഐക്യമത്യപ്പെട്ട് വേണം. पर एक मन होना जरूरी है. ഒരാൾ ഭയങ്കരമായിട്ട് ജാഗരിക്കുക. एक व्यक्ति जागरण कर रहा है, മക്കളുടെ ഇഷ്ടത്തിനോട് अपना इच्छा कर रहे हैं बच्चे. യാതൊരു ബോധ്യവും ബോധവും ഇല്ല. कोई समझ नहीं, कुछ भी नहीं. യാതൊരു ചിന്തയില്ല. कोई सोच नहीं है. യാതൊരു ആഗ്രഹവും ഇല്ല. कोई लालसा भी नहीं है. യാതൊരു താല്പര്യവുമില്ല. कोई तात्पर्य भी नहीं है. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ആ ഒരു ചിന്ത പോലും ഇല്ല. वहाँ उपवास प्रार्थना हो रहा है करके भी नहीं सोचते हुए. ആഗ്രഹം എന്റെ വീടിനകത്ത് വിടുതൽ വേണം. अब इच्छा तो है कि मेरे घर में छुटकारा പക്ഷെ हो. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, पर मैं आज आपसे ഈ कहता हूँ, പ്രാർത്ഥന നിന്റെ തലമുറകളോടെല്ലാം പറഞ്ഞ് അവരും ദൈവസന്നിധിയിൽ ഇരിക്കണം. ये प्रार्थना के बारे में बच्चों को भी बताना है और वो भी खुदा के सानिध्य में ഈ बैठना है. പ്രാർത്ഥനയോട് അവരും ഭാഗവാക്കായാലേ വിടുതൽ നടക്കൂ. ये प्रार्थना में वे भी भागीदार होंगे तो ही छुटकारा है. അതുകൊണ്ട് ഇതിന്റെ അകത്തോട്ട് ഓടി വരണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. उसका मतलब ये नहीं कि भागकर यहाँ आए. अभी നിന്റെ नहीं है. വചനങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. ये वचन परमेश्वर ने बातें की है, बोले അതനുസരിച്ചാൽ നിനക്ക് വിടുതൽ ഉണ്ടാകും. ये अनुसरण करेगी तो खुदा छुटकारा ഇല്ലെങ്കിൽ നീ देगा. പാസ്റ്റർ മകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. तो पास्टर की बेटी है बोलने से कोई फायदा नहीं അപ്പൻ है. പ്രാർത്ഥിച്ചത് കൊണ്ട് തലമുറയ്ക്ക് വിടുതൽ നടക്കണമെന്നില്ല. पिता ने चुप प्रार्थना किया, बच्चे छुटकारा पाएंगे नहीं है. അപ്പൻ ശുശ്രൂഷിച്ചത് കൊണ്ട് തലമുറ വിടിവിക്കപ്പെടണമെന്നുമില്ല. पिता सेवकाई कर रहा है करके बच्चे छुड़ाए जाएंगे ऐसा भी नहीं है. തലമുറയും ആ പ്രാർത്ഥനയോട് സഹകരിച്ചില്ലെങ്കിൽ ഒരു വിടുതൽ കണി കാണത്തില്ല. बच्चे भी अगर उस प्रार्थना में भागीदार नहीं बनेंगे तो कोई भी छुटकारा नहीं देख पाएंगे. അനുസരിച്ചിരുന്ന വിടുതൽ കിട്ടും. अनुसरण करेंगे तो ही छुटकारा. പ്രാർത്ഥനയ്ക്കൊക്കെ സംബന്ധിച്ചും പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടും ദൈവവചനം കേട്ടും ദൈവവചനം വായിച്ചും അത് ധ്യാനിച്ചും ദൈവസന്നിധിയിൽ ഇരുന്ന മാത്രമേ ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഓരോ തലമുറകൾക്കും വിടുതലായി മാറത്തുള്ളൂ. वचन पढ़कर मानकर समझकर बैठकर प्रार्थना करेंगे तो ये एक एक बच्चों के लिए छुटकारा होगा. അപ്പൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ആത്മാവിലാകുമ്പോൾ यहाँ पिता जब प्रार्थना कर रहा है, सेवकाई कर रहा है, आत्मा में भर रहा है, तब വേണ്ടാത്ത കാര്യമായിട്ട് നടന്നാൽ അവരവർ അനുഭവിച്ചോണം. फालतू काम में चलेंगे तो वो अपने अपने अनुभव करते ഇന്ന് रहेंगे. പകൽ ദൈവമക്കളോട് ഞാനും പറയാം, ദൈവമക്കളെ ഒരമ്മയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, मैं कहना चाहूंगा सिर्फ एक माँ का उत्तरदायित्व मात्र नहीं, അപ്പന്റെ ഉത്തരവാദിത്തവും മാത്രമല്ല, सिर्फ एक पिता का उत्तरदायित्व नहीं है. തലമുറയ്ക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. बच्चों का भी कुछ उत्तरदायित्व है. അവരാ പാത്രം വെച്ചു കൊടുക്കും. वे बर्तन रख के दे रहे हैं. പാത്രം വെച്ചു കൊടുക്കും. അമ്മ ഇങ്ങനെ പകരുക. बर्तन रख के दे रहे और माता उस पर उंडेलती है. നിറയുന്നത് പ്രവാചകൻ പറഞ്ഞത് എങ്ങോട്ട് മാറ്റണം? സൈഡിലോട്ട് മാറ്റി और വെക്കണം. जैसे जैसे भरता जाता है उसको हटाते जाना. ഇപ്പോഴത്തെ മക്കളാണെ പറയും, എനിക്കൊന്നും ഇതെടുത്ത് ചുമന്നൊന്നും എനിക്ക് പറ്റത്തില്ല. पर आज की पीढ़ी बोलेंगे ये बोझ हम नहीं उठा सकते, ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുകയില്ല. ये बोझ मैं नहीं उठा सकता. അമ്മയ്ക്ക് ഓടി നടന്ന് മൊത്തം അങ്ങ് നിറച്ചാ പോരെ? माँ घूम घूम के भर नहीं सकती क्या? ഹലോ അല്ലേ? അമ്മയ്ക്ക് വേണേ എന്ത് ചെയ്യാം? അത് മൊത്തം
നിറയ്ക്കാം. अगर माँ चाहे तो भर सकती है, बोलेंगे ന്യായമായിട്ട് നിറയ്ക്കത്തില്ലേ? सही बोले तो भर सकती है। നിറയ്ക്കാവോ ഇല്ലയോ? നിറയ്ക്കാം. കാര്യം ഇത് എടുക്കണ്ടേ ആവശ്യമില്ല. क्योंकि ये बर्तन बार बार उठाने की जरूरत नहीं। ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യാം? കൊണ്ട് നിറച്ച് നിറച്ച് വെക്കാം. और जहाँ बर्तन रखा है वहाँ जाकर उस माँ चाहे तो भर सकती है। കാര്യം ഇതിന്റെ അകത്തൊന്നും ഒറ്റ ഒരു ഭരണിക്കകത്തൊന്നല്ല ഇത് മുഴുവൻ ഒഴുകി പോന്നേ. क्योंकि एक ही हांडी में से तो तेल उंडेल रहे ना। ആ ഭരണി അങ്ങ് പൊക്കി പിടിച്ചോണ്ട് പോയിട്ട് അങ്ങോട്ട് ഒഴിച്ചാ പോരെ മൊത്തം. बस उस हांडी को लेके एक एक बर्तन के पास जाने से काफी है ना। പക്ഷെ പറയുന്നത് അനുസരിച്ചാലേ വിടുതൽ നടക്കും. पर जो बोला गया है वो अनुसरण करने से छुटकारा है। അകത്ത് തിരുചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. वहाँ उल्टा सवाल करने से कोई फायदा नहीं है। ഞാൻ പ്രാർത്ഥിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ. क्या मैं प्रार्थना करने से मुझे मिलेगा ഇവിടെ क्या? പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും വിടുതൽ കിട്ടത്തില്ലേ? यहाँ प्रार्थना करने से वहाँ मेरे घर में छुटकारा नहीं मिलेगा क्या? കിട്ടാതിരിക്കത്തൊന്നുമില്ല ദൈവമക്കളെ. ऐसा नहीं है कि छुटकारा नहीं ഇതിന്റെ है। ഒരു ദൈവികമായ വിടുതലുകൾ എല്ലാവർക്കും ഉണ്ടാകും. एक आत्मिक छुटकारा सभी में है, പക്ഷേ അതൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. पर ये छुटकारा आश्वासन मात्र എത്ര होगा। പേര് കേൾക്കുന്നുണ്ട്? അതൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. वो सिर्फ एक आश्वासन हो। നമ്മുടെ മാതാപിതാക്കളൊക്കെ പറയും ഞാൻ ഉള്ളപ്പം നിനക്ക് എന്റെ വില അറിയില്ല. हमारे माता पिता हमेशा ऐसे बोलते जब हम हैं तो तुमको हमारी कीमत नहीं मालूम। ഇന്ന് നിനക്കൊക്കെ പുച്ഛവാ. अभी तो हम साधारण है तुम्हारे लिए, ഇപ്പൊ അറിയത്തില്ല. आज नहीं समझते। ആ അമ്മ ഇല്ലാത്തൊരു കാലം വരണം. एक ऐसा समय आएगा जब माँ नहीं ആ रहेगी, അപ്പൻ ഇല്ലാത്തൊരു കാലം വരണം. पिता नहीं है, ऐसा एक समय आएगा। അപ്പോഴേ അറിയത്തുള്ള അപ്പന്റെ വില എന്നാ അമ്മയുടെ വില എന്നാ. तब आप समझ पाएंगे माँ और पिता की कीमत क्या है। ഇപ്പൊ ചെറിയ ആശ്വാസങ്ങളാ. अभी तो थोड़ा आश्वासन है, പക്ഷെ ഇല്ലാതെ വരുമ്പോൾ जब नहीं होगा ഉള്ള ആശ്വാസോടെ പോകും. तब जो आश्वासन है ഞാൻ वो भी चला ദൈവമക്കളോട് പറയും जाएगा। നമുക്ക് ആശ്വാസം അല്ല വേണ്ടേ. पर मैं कहता हूँ हमें आश्वासन मात्र नहीं, ആശ്വാസം വേണ്ടെന്നല്ല, ആശ്വാസം വേണം. ऐसा नहीं है कि एक आश्वासन नहीं അത് चाहिए, മാത്രമല്ല വേണ്ടേ, मात्र वो ही नहीं, വിടുതൽ വേണം നമുക്ക്. छुटकारा भी चाहिए വിഷയത്തിന് മറുപടി വേണം. और उस विषय का एक उत्तर ഇവിടെ ഈ मिलना മാതാവും തലമുറകളും വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടും और वो यहाँ पे एक माँ और दोनों बच्चे बड़े इच्छा और के साथ में। ഇവിടെ എഴുതിയിരിക്കുന്നത് അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കടന്നു വാതിൽ അടച്ചു. तब वह उसके पास से चली गई और अपने बेटों समेत अपने घर जाकर द्वार बंद किया। അടുത്തിരിങ്ങനെ എഴുതിയിരിക്കുക, അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. फिर लिखा तब वे तो उसके पास बर्तन लाते गए और वे उंडेलती गई। പാചകം പറഞ്ഞതുപോലെ ചെയ്യുക. जैसा भविष्यवक्ता ने कहा वैसा करते गए। പാത്രത്തിലേക്ക് നിറഞ്ഞത് മാറ്റിവെച്ചു. जैसे जैसे बर्तन भर रहा है उसे हटाते जा रहे हैं। അടുക്കും ചിട്ടയോടെ ഒരു ആത്മീക ജീവിതം മുൻപോട്ട് കൊണ്ടുപോയാൽ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, ആർക്കും നിന്നെ എതിർക്കാൻ പറ്റുകയില്ല. വിടുതൽ സുനിശ്ചയമായും നിന്റെ കുടുംബത്തെ വിട്ടുമാറത്തില്ല, അത് അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. तरीके से हम रहेंगे तो जो है छुटकारा हमें मिलता रहेगा, वो कोई हटा नहीं। പ്രവാചകൻ പറഞ്ഞതുപോലെ ഇവർ ചെയ്തു കഴിഞ്ഞപ്പോൾ भविष्यवक्ता जैसा बोला वैसा करने के बाद 6ാമത്തെ വാക്യം, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക. वहाँ पे कहते हैं जब बर्तन भर गए तब उसने अपने बेटों से कहा मेरे पास एक और भी ले आओ। ഐക്യതയോടെ അല്ലേ? सोचो क्या एकता അങ്ങനെ उनमें। പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ऐसे हमें प्रार्थना ഈ करना ഉപവാസ चाहिए। പ്രാർത്ഥന ഐക്യതയോടെ തന്നെ ये പ്രാർത്ഥിക്കണം. उपवास प्रार्थना में एकता के साथ प्रार्थना ഒന്ന് करें। കുടുംബം ഐക്യതയോടെ एक तो പ്രാർത്ഥിക്കണം. परिवार की एकता, ആരുണ്ട് നിന്റെ കൂടെ വിശ്വാസത്തോടുള്ളവർ? कौन है आपके साथ विश्वास के ഈ साथ ദൈവത്തെ खड़ा होने കണ്ടെത്തിയവരാരുണ്ട്? वाला? ये कौन है खुदा को खोज के लिए അവരുമായി നീ മുട്ടുമടക്കണം. आओ? उनके साथ मिलकर घुटने मोड़ना ഈ है। ബലത്തെ ഏറ്റെടുത്തവർ മനസ്സിലാക്കിയവരുണ്ടല്ലോ, उस बल को प्राप्ति किए हुए जो लोग हैं, അവരുമായി നീ ദൈവസന്നിധിയിൽ ഇരിക്കണം. उनके साथ आप प्रार्थना में बैठे खुदा के അങ്ങനെ सामने में। ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം തുറക്കേണ്ട വഴികളെ ദൈവം തുറന്നു തരും. ऐसे खुदा के सामने बैठेंगे तो जो खुदा खोलना है दरवाजे वो खुल जाएंगे। വിടുതലുകൾ ദൈവം നമുക്ക് നൽകി തരും. छुटकारे खुदा हमें देगा, ദൈവിക സമാധാനം നമുക്ക് ദൈവം തരും. आत्मिक शांति खुदा हमें देगा, ദൈവിക സന്തോഷം നമുക്ക് ദൈവം തരും. आनंद परमेश्वर हमें देगा। ഭൗതിക വിടുതലും രോഗശാന്തിയും മാത്രമല്ല വിടുതലുകൾ. भौतिक रूप से या फिर रोग की चंगाई मात्र नहीं है छुटकारा। എല്ലാം ഉണ്ടെങ്കിലും വീടിനകത്ത് സമാധാനമില്ലാത്തവരുണ്ട്. सब कुछ है तो भी घर में शांति नहीं है, ऐसा भी है। സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റാത്തവരുണ്ട്. शांति से सो नहीं पा रहे ऐसे लोग भी है। മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട്. बहुत दिल दुखित होता है ऐसे भी लोग हैं। അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ദൈവ ശബ്ദം കേട്ട് മറുതലിക്കാനല്ല, ഇത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ ഉള്ളവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. परमेश्वर के विरुद्ध में ना बोलकर ऐसे लोग मिलकर खुदा से बातें करके छुटकारों को पाए। പരസ്പരം വിഷയത്തെ വീടിനകത്തുള്ളവർ പരസ്പരം വിഷയത്തെ മനസ്സിലാക്കണം. विषय को परस्पर आप समझना जरूरी है। പറയും ഞാൻ എന്റെ പിള്ളേരോട് പോലും എന്റെ വിഷയം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. कई बार हम बोलेंगे मैंने अपने बच्चे से भी अपने विषय को नहीं बोला है।
പിന്നെ എങ്ങനെ വിടുതൽ നടക്കുന്നത്? तो मैं कहूँगा कैसे छुटकारा होगा? നിന്റെ വിഷയവും നിന്റെ വീടിന്റെ വിഷയവും എല്ലാം കുടുംബത്തിനകത്തുള്ളവർ അറിഞ്ഞിരിക്കണം. आपका हो, आपका परिवार का विषय हो, आपके परिवार का हर एक सदस्य जानना है. അതാ കുടുംബം എന്ന് പറയുന്നത്. उसको बोलते हैं परिवार. അല്ലേ പിന്നെ കുടുംബം ആക്കണ്ടായിരുന്നല്ലോ. तो फिर परिवार बनाने की क्या जरूरत നിന്നെ है? ഒറ്റയ്ക്കാക്കിയ പോരായിരുന്നു तो ദൈവം. फिर प्रभु आपका अकेला रख പിന്നെ लेता? ദൈവം നമുക്ക് കുടുംബത്തെ തന്നത് എന്തിനാ? क्यों प्रभु ने हमें परिवार दिया? ആഹാരം മേടിച്ച് കഴിക്കാൻ മാത്രമല്ല, सिर्फ भोजन लेके खाने के लिए नहीं है, ഫംഗ്ഷന് പോകാൻ മാത്രമല്ല, फंक्शन में जाने के लिए नहीं है, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കൂടാ, प्रभु के सानिध्य में बैठकर दुआ വിഷയത്തെ ഷെയർ ചെയ്യാനും കൂടാ. विषय को बांटने के लिए है. ഹല്ലേലൂയ. आमेन. പിക്നിക്കിന് പോകാൻ, पिकनिक जाने के लिए, അങ്ങനെയുള്ള സന്തോഷങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമല്ല. ऐसे आनंद के लिए तो बहुत बड़ा अच्छा लगता है. എന്തെങ്കിലുമൊക്കെ ആഹാരം മേടിച്ച് കഴിക്കാൻ ഭയങ്കര സന്തോഷമാണ്. साथ मिलकर खाना खाते बड़ा आनंद आता പക്ഷേ है. സങ്കടങ്ങളിൽ വിഷയങ്ങളെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആർക്കും മനസ്സില്ല. पर दुख में अपने विषय को बांटकर बोलकर प्रार्थना करने के लिए कोई तैयार नहीं ഈ है. കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപം അത് തന്നെയാ. इस समय का सबसे बड़ा श्राप ही यही ഞാൻ है. ഇന്ന് പകൽ ദൈവ മക്കളോട് പറയാ, നിങ്ങൾ വഞ്ചിതരാകരുത്. നമ്മുടെ കുടുംബം നമ്മുടെ വിഷയത്തെ അറിയണം. आप ये जाने कि अपना विषय परिवार जानना जरूरी है. ഞാൻ ഇന്ന സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മക്കളെ പറയണം. बच्चों को बताना मैं ये दुख से गुजर रही हूँ. മക്കള് പറയണം, അപ്പ അമ്മ ഞാൻ ഇന്ന വിഷയങ്ങൾ സങ്കടം അനുഭവിക്കുന്നുണ്ട്. और बच्चे भी बताने माता पिता से कि मैं ये दुख से गुजर रही हूँ, ये गुजर रहा हूँ. പറയാതെ എങ്ങനെ അറിയുന്നേ? कैसे बोलना आएगा आपको? പറഞ്ഞു പ്രാർത്ഥിക്കണോ നീ? बोलकर प्रार्थना करना. അതുകൊണ്ടാ സഭയ്ക്കും വ്യവസ്ഥ ദൈവം കൊടുത്തിട്ടുണ്ട്. इसलिए सभा कलीसिया को भी व्यवस्था दिया है. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ ആരെ വിളിക്കണം? മൂപ്പനെ വിളിക്കണം. इसलिए जो आपके घर में रोगी है उनके लिए क्या करना है? बुजुर्गों को ദൈവത്താൽ बुलाना നിയോഗിക്കപ്പെട്ടവനെ വിളിക്കണം. और प्रभु के नियुक्त व्यक्ति को बुलाना. ഇതൊക്കെ വ്യവസ്ഥയാ ദൈവമക്കളെ. ये सब व्यवस्था दिया गया है. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെ, ദൈവത്താൽ ശുശ്രൂഷിക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ അവരെ വിളിച്ച് നിന്റെ വിഷയത്തെ ഷെയർ ചെയ്ത് വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കണം. परमेश्वर ने जो आपके लिए नियुक्त किया, परमेश्वर का दास को या फिर किसी को भी बुलाकर उसके लिए दुआ करवाना. വ്യവസ്ഥയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. आप व्यवस्था में रहकर प्रार्थना करके देखें. വിളിച്ചൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ദൈവദാസനെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു प्रभु നോക്കി. के दास को घर बुलाकर दुआ करके देखें. ഞാൻ പറഞ്ഞു ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെ മതി. पर मैं कहता हूँ कि जो प्रभु के द्वारा नियुक्त है उसे ദൈവം बुलाओ. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവമാക്കി വെച്ചു എന്ന ഉറപ്പുള്ളവനെ, जो आपके घर के लिए नियुक्त है परमेश्वर के द्वारा, अगर वो आप उसके लिए दृढ़ है तो അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുകയും വേണ്ട, പ്രാർത്ഥിപ്പിക്കുകയും വേണ്ട. तो ऐसा दृढ़ता आप में नहीं है तो उन्हें बुलाना भी नहीं, आप प्रार्थना भी नहीं പക്ഷെ करवाना. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ऐसा एक दृढ़ता पर आप में है तो വിളിച്ച് പ്രാർത്ഥിപ്പിച്ച വിടുതല. तो बुलाकर प्रार्थना करवाएंगे तो छुटकारा है. ഇതാ വ്യവസ്ഥ. ये है व्यवस्था. അതുകൊണ്ട് നിങ്ങളുടെ മൂപ്പന്മാരെ വരുത്തി എണ്ണപൂശി പ്രാർത്ഥിപ്പീൻ. इसलिए अपने पूर्वजों को बुलाओ और तेल उड़ेल के प्रार्थना करो. बोला നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. आपस में अपने पापों को बताकर एक दूसरे के लिए प्रार्थना करो लिखा है. ഇതൊക്കെ വ്യവസ്ഥയാ. ये सब व्यवस्था हो ഒറ്റയ്ക്കുള്ള നീ പേടിക്കൊന്നും വേണ്ട. तो डरना नहीं है, आपको डरना भी नहीं है. ദൈവം നിനക്ക് തുണ നിൽക്കുക തന്നെ प्रभु ചെയ്യും. आपका सहायक बनकर खड़ा പക്ഷെ रहेगा. ദൈവത്താൽ ചിലതിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് प्रभु अगर किसी को खोज निकाला तो അവരോട് നിന്റെ വിഷയത്തെ പറയാതെ നീ മുൻപോട്ട് പോയാ തോൽവിയാ ദൈവം. अगर आप उन्हें बताए बगैर आगे बढ़ते तो आपके लिए वो हार बन जाएगा. അതുകൊണ്ട് വ്യവസ്ഥ പ്രകാരം മുൻപോട്ട് പോയാൽ इसलिए व्यवस्था के अनुसार आगे बढ़ते ഈ हैं ഉപവാസ പ്രാർത്ഥനയെ നമുക്ക് വിടുതല. तो ये उपवास प्रार्थना भी हमारे लिए छुटकारा है. ദൈവാത്മാവ് ഇന്ന് പകൽ എന്നോട് ശക്തമായി പറഞ്ഞു, प्रभु का आत्मा मुझे बड़े सामर्थ से നിന്റെ कहता है തലമുറയോട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം ഏതാണെന്ന് പറയാതെ നീ ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. आप अपने विषय के लिए प्रार्थना करें तो उसको बताए बगैर आप प्रार्थना नहीं करना. എടാ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന വിഷയവാ. बोलना उससे कि तेरे विषय में मैं दुआ कर रहा हूँ ആ വിഷയത്തിന് വേണ്ടി നീ എത്രമാത്രം ആത്മാർത്ഥത എടുക്കുന്നുണ്ട്. और उस विषय के लिए कितना आत्मा अर्थ आप दिखा रहे कर. മോളെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന വിഷയങ്ങളാ. बोलना है बेटी मैं तेरे विषय के लिए प्रार्थना कर रही हूँ. അവൾ അന്നേരം പ്രാർത്ഥിക്കുന്ന വേറെന്തോ ഉഗാണ്ടയിലെ സാധനമാണ്. तो हो सकता है वो उस समय और कोई दुआ कर रही है विषय को लेकर അവൾക്ക് വേണ്ടി ഈ തള്ള ഇരുന്ന് ഇവിടെ കിടന്ന് കരയുവാ. और उस बच्चे के लिए माँ इधर रोती അവൾ है. എന്നാലും ഇന്റർനാഷണൽ സാധനമായിട്ട് ഇങ്ങനെ തത്തി നടക്കുവാ. हम इंटरनेशनल कुछ बातों को लेके ढूंढ के വല്ലോ വിടുതൽ നടക്കുവോ? क्या कुछ छुटकारा होगा. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, ഏത് വിഷയമാ ഒന്നിച്ച വിഷയത്തെ മുറുകെ പിടിക്കണം. तो मैं बोलता हूँ जो विषय है उसको मिलकर उसको लेना है. എങ്കിൽ മാത്രം
മാത്രമേ ഈ ഉപവാസത്തിന് വിടുതൽ നടക്കത്തുള്ളൂ. तभी ये उपवास प्रार्थना में छुटकारा होगा. നമ്മൾ കുറെ കരഞ്ഞെന്നും കുറെ ശബ്ദം എടുത്തും കുറെ പ്രസംഗിച്ചിട്ടും ഒരു കാര്യമില്ല. इसलिए हम ज्यादा रोक कर या प्रचार कर कुछ भी नहीं होगा. അവരെ തിരിച്ചറിയൂ, എന്റെ അമ്മ എന്റെ അപ്പൻ ഇങ്ങനെ ഒരു വിഷയമാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല. उस समय बेटी समझ रहे कि मेरी माँ मेरा पिता इस तरह प्रार्थना कर रहा था, पर मैं उस समय समझ नहीं पाई थी. അന്ന് ചിലത് തിരിച്ചറിഞ്ഞോളും. उस समय शायद वो समझ ചില जाए. വിഷയത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ തിരിച്ചറിയും. उस समय जब किसी उस विषय पे आएगी तो समझ जाएगी അല്ലെങ്കിൽ प्रार्थना. പരിശുദ്ധാത്മാവ് ചിലതിനോട് ദൂത് പറഞ്ഞോളും. नहीं तो पवित्र आत्मा उसको जो है योजना दे देगा. ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ തലമുറ എവിടൊക്കെ പോയാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? पर हमारे बच्चे कहीं भी जाते तो हमें क्या प्रार्थना करना है? ദൈവമേ, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. हम प्रार्थना करते हैं परमेश्वर हमारे बच्चों से पवित्र आत्मा बात करेगा. ദൈവത്തിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കണം. प्रभु की आवाज हमारे बच्चे सुनना है. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയണം हमारे ദൈവമക്കളെ. बच्चों के लिए भी बोलकर प्रार्थना करने എന്റെ का കുഞ്ഞെത്രയോ മൈൽ ദൂരെയാ ഉള്ളത്. मेरे बच्चा इतना किलोमीटर दूर है. അവരോട് ദൈവം സംസാരിക്കണം. प्रभु उनसे बात करना है. അവരോട് ദൈവം ഇടപെടണം. प्रभु उनसे बातें करना है. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അവരറിയണം. पवित्र आत्मा परमेश्वर का प्रेम वे जानना है. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കണം. परमेश्वर का वचन के शब्द वे सुनने हैं. അത് ഉറപ്പായിട്ട് സംഭവിക്കും. वो जरूर होगा. ഇന്ന് പകൽ ദൈവമക്കൾ മറക്കല്ലേ, आज आप ना भूलें इन बातों को. കൂടെയുള്ള തലമുറ കൂട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ വീടിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവർ ഒന്നിച്ച് സ്വരത്തോടെ ഒരേ സ്വരത്തോടെ അവർ കൈകോർത്തു. अब ये ऐसे स्वर को सुनेंगे तो वो एक साथ मिलकर उसके लिए कार्यरत रहेंगे. അതുകൊണ്ട് ജയം ഉണ്ടായില്ലേ? इसलिए जय हुआ ना. ആ അമ്മയ്ക്ക് എന്നോ ആവേശവാ, वो माँ को क्या आवेश ആ था. മക്കൾക്ക് എന്തൊരു ആവേശവാ. वो बच्चे को कितने जोश में അത് थे. സഹകരിച്ചത് കൊണ്ടല്ലേ, उन्होंने साथ किया कार्य ഒന്നിച്ച് इसलिए അവർ ना. ആഗ്രഹിച്ചത് वो കൊണ്ടല്ലേ, मिलकर इच्छा रखे इसलिए അവർ ना. ഒന്നിച്ചത് താല്പര്യപ്പെട്ട് ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി ഒരുപോലെ അവർ മുൻപോട്ട് വന്നു. उन्होंने उस विषय का तात्पर्य एक साथ रखा इसलिए वे आगे बढ़े ना. അതുകൊണ്ട് തന്നെ വർധനവ് അവിടെ വെളിപ്പെട്ടു. इसलिए वहाँ पे बढ़ोतरी भी होती है. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. वहाँ खुदा का कार्य प्रकट हुआ. പരിശുദ്ധാത്മാവിന്റെ കരം അവർക്ക് ചലിക്കാൻ തുടങ്ങി. पवित्र आत्मा का हाथ उन पर चलने लगा. എന്നാൽ മാത്രമല്ല, നമ്മൾ പിന്നീട് വായിക്കുന്ന ഇങ്ങനെയാണ്. फिर हम पढ़ते क्या? അമ്മയോട് പറയാ, ഇനി പാത്രങ്ങൾ ഇല്ല. और बर्तन तो नहीं है, बच्चे माँ से कहते हैं. മക്കള് പറഞ്ഞു പാത്രങ്ങൾ ഇല്ലെന്ന്. बच्चे ने जैसे ही कहा बर्तन नहीं. അമ്മയുടെ കയ്യിലുള്ള എണ്ണ നിന്നു. उसी समय माँ के हाथ में जो तेल था वो समाप्त हो गया. നല്ല ആമേൻ പറയാവോ? പാത്രം ഇനി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ जैसे ही बर्तन नहीं है बोला, നിന്നെണ്ണ. तेल भी रुक गया. ഞാൻ ദൈവമക്കളോട് പറയാം, मैं आपसे कहता हूँ, വീണ്ടും പാത്രം വെച്ചുകൊണ്ടിരുന്നാൽ अगर बर्तन बराबर रखते रहेंगे പകർന്നുകൊണ്ടേയിരിക്കും. वो उंडेलती ही ഈ रहेगी. ഉപവാസ പ്രാർത്ഥനയെ കൊതി വേണം ये ദൈവമക്കളെ. उपवास प्रार्थना में लालसा होना है. തലമുറയോട് വിഷയങ്ങളെ പറഞ്ഞ് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. बच्चों से विषय बोलकर मिलकर प्रार्थना करें ദൈവിക വിടുതല. तो आत्मिक छुटकारा. ഈ വസ്തുത പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. अब तब उसने जाकर परमेश्वर के भक्त को बता दिया. അടുത്തൊരു സ്റ്റെപ്പ് ഇതാ. दूसरा स्टेप क्या है? അനുസരിച്ചു, पहले उसने अनुसरण कर അത് दिया അതുപോലെ സംഭവിക്കുകയും ചെയ്തു. और वैसा हो भी गया. ഏതായാലും എല്ലാം കിട്ടിയില്ലേ? सब मिल गया ना अब उसे. ഇനി നമ്മുടെ ഇഷ്ടത്തിന് പോകാം. हाँ चलो अब अपनी मर्जी से ഇനി जाते നമ്മുടെ हैं. ഇഷ്ടത്തിന് ചെയ്യാം हाँ अपनी मर्जी से करेंगे. എന്നാണ് വിചാരിച്ചത്. क्या उसने ऐसा सोचा? വീണ്ടും എവിടെ ചെന്നു? फिर उसने क्या किया? ശൂന്യത പറയാൻ ചെന്നിടത്ത് തന്നെ जहाँ उसने अपनी शून्यता को बोलने गई, നിറഞ്ഞ കാര്യങ്ങളും പറയാൻ ചെന്നു. अपनी भरपूरी भी बताने गई. ഇവിടെ ഒരു ദൈവിക വിടുതൽ കർത്താവ് ചെയ്താൽ यहाँ पे एक खुदा आत्मिक छुटकारा करता है. നമ്മുടെയൊക്കെ പ്രശ്നം എന്നാ അറിയോ? हमारी प्रॉब्लम्स क्या है? നമ്മള് വിടുതലിന് വേണ്ടി വരും. हम छुटकारे के लिए आएंगे. വിടുതലായി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. और छुटकारा होने के बाद हम किसी को नहीं जानते. ऐसा हो गया. ആദ്യം പറയും, പാസ്റ്ററെ ഇന്ന വിഷയം കൊണ്ട് പ്രാർത്ഥിക്കണേ. पहले बोलेंगे पास्टर ये विषय है प्रार्थना करना. പാസ്റ്റർ പ്രാർത്ഥിച്ചു, पास्टर ने प्रेयर किया. പാസ്റ്റർ സഭയിലും പറഞ്ഞു, पास्टर ने सभा में भी बता പലരെ दिया. വിളിച്ചു പ്രാർത്ഥിച്ചു. कई लोग को बोलकर भी प्रार्थना करवाया. അത് കഴിഞ്ഞപ്പോ പിന്നെ ആ വ്യക്തി എന്തില്ല, ഉഷാറായിട്ട് നടക്കുന്നൊക്കെ. वो फिर उस व्यक्ति बोलते होशियार से अच्छे से तो चलता फिरता तो है. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞെടുത്ത് വിടുതൽ കിട്ടിയെന്നുള്ളതും കൂടെ എന്ത് ചെയ്തില്ല,
प्रार्थना करने के लिए जहाँ बोला वहाँ छुटकारा मिल गया, उसने नहीं बोला। ഇപ്പൊ ഞങ്ങൾക്ക് ഓക്കെ ആയി കേട്ടോ. हाँ ठीक हो गया, अब सब ഇപ്പൊ बातें, ഞങ്ങൾ സന്തോഷവാ. अब हम खुश है, ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ വിടുതലുണ്ട്. हमारे घर में छुटकारा है, വിടുതൽ അനുഭവിച്ചു. अनुभव कर रहे छुटकारा, ശരീരത്തിന് സൗഖ്യമുണ്ട്. सब छुटकारा है। വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറയാൻ, फिर से आप दुआ करते അല്ല रहे, ഇനി അടുത്ത സ്റ്റെപ്പ് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം. फिर पवित्र आत्मा अगला स्टेप पे बात करना है, ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് ഉണ്ടാകണം. प्रभु का कार्य हम में होना है। നമ്മൾ പിന്നെ ചോദിച്ചു പുറകെ നടക്കണം. फिर हम क्या करना, पूछ पूछ के घूमना पड़ता है। അല്ലേ? പിള്ളേരൊക്കെ എക്സാം എഴുതുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. बच्चे जो एग्जाम लिखने वाले हैं क्या, വർഷങ്ങളെ എക്സാം പ്രാർത്ഥിക്കണം. पास्टर अंकल एग्जाम है, प्रेयर करना, പിന്നെ വിളിച്ച് പറയണം. फिर आप फोन करके बताना भी है। എന്ത് പറയണം? क्या बोलना, എക്സാം എഴുതി നല്ലോണം എഴുതിയെന്ന് പറയണം. एग्जाम लिख दिया है और बहुत अच्छे से लिखा है, ഇതൊക്കെ വിടുതലാന്നേ. ये सब छुटकारा आपके लिए। ഇത് നമ്മള് സങ്കടം മാത്രം പറയും, സന്തോഷം പറയത്തില്ല. हम सिर्फ दुख बताते हैं, आनंद की बात नहीं बताते। നമ്മുടെ ചിന്ത മുഴുവൻ തിരിഞ്ഞു വരണം ദൈവത്തിലേക്ക്. हमारी सोच उलटकर परमेश्वर के करीब നമ്മുടെ आना है। കാഴ്ചപ്പാടുകൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടായി വരണം. हमारा दृष्टिकोण परमेश्वर के നമ്മുടെ दृष्टिकोण के ആഗ്രഹങ്ങൾ पास आना है। ദൈവത്തിന്റെ ആഗ്രഹങ്ങളായി വരണം. हमारी आग्रह प्रभु की आग्रह में बदलना है। നമ്മുടെ പ്രതീക്ഷകൾ ദൈവത്തിന്റെ പ്രതീക്ഷയായി വരണം. और हमारी उम्मीद प्रभु की उम्मीद में बदलना എങ്കിൽ है, മാത്രമേ വിടുതലുള്ളൂ. तभी छुटकारा है, അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. नहीं तो प्रार्थना करने का फायदा नहीं है। അപ്പൊ ദൈവം ചോദിക്കും, ഇന്നലകൾ നിനക്ക് വിടുതൽ കിട്ടിയ നീ പറഞ്ഞോ? कल को तुझे छुटकारा मिला था, तूने बोला? കണക്ക് കിടക്കുക. पूरा लेखा पड़ा है अभी तो, ഹലോ, കണക്ക് പെൻഡിങ്ങിലാ. पूरा लेखा वहाँ पड़ा है अभी। ഇന്നലെ വിടുതൽ കിട്ടിയിട്ട് പറഞ്ഞില്ല. कल छुटकारा मिला बोला था क्या? ഇന്നലകൾ അത്ഭുതം കിട്ടി പറഞ്ഞില്ല. कल को चमत्कार मिला बोला ഞാൻ था क्या? ദൈവമക്കളോട് പറയാം, പ്രാർത്ഥിക്കാൻ വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന് മറുപടി കിട്ടിയാലും നീ ദൈവത്തിന്റെ അടുക്ക പറയണം. प्रार्थना का अगर छुटकारा मिलता है, उत्तर मिलता है, तो आपको प्रभु को बताना पड़ेगा। പ്രാർത്ഥിച്ച വിടുതൽ കിട്ടിയതെങ്കിൽ, प्रार्थना करने का छुटकारा मिला ദൈവം है तो, അത്ഭുതം ചെയ്തതാണെങ്കിൽ परमेश्वर चमत्कार किया है നീ तो വീണ്ടും ദൈവത്തിന്റെ അടുക്ക വരണം. वापस तो खुदा के करीब आना, അല്ലേ കണക്ക് കിടക്കും. नहीं तो लेखा पड़ा रहेगा आपका। ദൈവം ചോദിക്കും, ഇന്നലെ നീ പറഞ്ഞോ? कल तूने बताया था, प्रभु पूछेगा ഇന്നലത്തെ നീ പറഞ്ഞോ? कल का बोला था। പിന്നെയും പ്രശ്നങ്ങളാ. फिर आगे मुसीबत और बड़ी है, ആരും ഇപ്പറ കടം കിടക്കുക. क्योंकि कर्ज तो यहीं पड़ा है ना, ആരും ദൈവം ചെയ്ത വിടുതൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. क्योंकि प्रभु ने जो छुटकारा किया अभी तक आपने बताया नहीं। അടുത്തൊരു പുതിയ വിടുതൽ വേണ്ടേ? एक छुटकारा नया चाहिए कि അതിനുവേണ്ടി नहीं? പിന്നെയും വരും, उसके लिए फिर आएंगे, പിന്നെയും പോവും. फिर जाएंगे। ഇതൊക്കെ തീരും. ये सब समाप्त होने का समय, ഇതൊക്കെ തിരിച്ചറിഞ്ഞോണം वो ദൈവം. सब समझ जाना आप। ഉപവാസം നമ്മുടെ ജീവിതത്തെ അട്ടിമുട്ടി തിരിക്കണം. ये उपवास प्रार्थना में पूरी तरह बदल देना है। ഞാൻ ആഗ്രഹിക്കുന്നതാ. मैं ऐसा चाहता हूँ, എന്റെ താല്പര്യത്തിനല്ല, मेरे तात्पर्य अनुसार नहीं, എന്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ എന്റെ ബുദ്ധിപരമായ സന്തോഷത്തിനല്ല, എന്റെ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ട്. मेरे समझ के द्वारा मिलने वाला आनंद नहीं, व्यवस्था के द्वारा, वचन के द्वारा मिलने वाला आनंद ഞാൻ चाहिए, പറയാം, ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ और പറ്റില്ല. वो आनंद कोई चुरा नहीं सकता। പക്ഷെ തമ്പുരാൻ അകത്ത് തരുന്ന ഒരു സന്തോഷം पर ഉണ്ടല്ലോ, खुदा अंदर जो आनंद देता है, അതൊരു പ്രത്യേക ബലമാണ്. वो एक अलग बल है। ഈ വിഷയം വീണ്ടും ये विषय फिर से എവിടെ തുടങ്ങി അവിടെ ചെന്നു. जहाँ शुरू हुआ वहाँ पहुँच गया, ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ ചെയ്യണ്ടേ? तो वहाँ जाके पूछते क्या करना है। പ്രവാചകൻ പറഞ്ഞു, ആദ്യം നീ എന്ത് ചെയ്യേ, അത് വിറ്റ് കടം വീട്ട. पहले तू उसको बेच दे और अपने ऋण को ഇതാണ് चुका दे। ആലോചന എന്ന് പറയുന്നത്, ദൈവശബ്ദം എന്ന് പറയുന്നത്. परमेश्वर का आवाज बोले तो ये है, ഇതെന്തെങ്കിലും ഒരു വിടുതൽ കിട്ടുന്നത് നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഓടല്ലേ. पर हमारी मर्जी से हमें नहीं दौड़ना है, ദൈവത്തോട് ചോദിക്കണം, प्रभु से पूछना है, ദൈവസന്നിധിയിൽ ഇരിക്കണം. प्रभु के सानिध्य में ദൈവം बैठना है। എനിക്കൊരു വിടുതൽ കിട്ടിയിട്ടുണ്ട്, प्रभु मुझे छुटकारा मिला है, എനിക്കൊരു ദൈവപ്രവൃത്തി തന്നു प्रभु ദൈവം. ने मुझे कार्य किया है, ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ अब ചെയ്യണ്ടേ? मैं क्या करूं? അത് ഈ ഉപവാസ പ്രാർത്ഥന ദൈവമക്കളൊന്ന് തിരിച്ചറിയണം. ये उपवास प्रार्थना में आपको ഞാൻ समझना ഇനി है, എന്താ ചെയ്യണ്ടേ? अब मैं क्या करूं? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോണം. आप बच्चे समझ रहे हैं इन बात, അബദ്ധം സംഭവിക്കാൻ എളുപ്പമാ, कोई भी गलती जल्दी हो सकता है, പക്ഷെ നമുക്ക് തിരിച്ചു കയറാൻ വലിയ പാടാ. पर वापस लौट के आना बहुत मुश्किल हो ഒരു जाता है। അബദ്ധത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാ. एक गलती में से वापस लौट के आना बहुत मुश्किल हो जाता നമ്മൾ है। ഏതൊരു കാര്യം ചിന്തിച്ചാലും हम कोई भी बात क्यों ना सोच ले, തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ചോദിച്ചിട്ട് ചിന്തിക്കാവുള്ളൂ. जो भी सोच बोलना है खुदा से बोल कर सोचे, ദൈവത്തോട് പറയണം, प्रभु को बताना, ദൈവമേ അങ്ങനോടൊന്ന് സംസാരിക്കണം, प्रभु मुझसे बात कर, അങ്ങനെയൊരു ഇതിനകത്തൊരു വെളിച്ചം തരണം, आप मुझ में इसमें एक प्रकाशन दीजिए, അങ്ങനെയൊരു ബലം തരണം, आप मुझे एक बल दीजिए, അങ്ങനൊരു ഉറപ്പ് എനിക്ക് आप തരണം. मुझे एक दृढ़ता दीजिए। അകത്ത് അങ്ങനൊരു ഉറപ്പ് കിട്ടിയിട്ട് ऐसा
ऐसा एक दृढ़ता आपको ഞാനും मिलकर, നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ आप और हम कदम बढ़ाएंगे तो പിന്നെ എന്തെല്ലാം പ്രശ്നം വന്നാലും चाहे जो मुसीबत आए, എന്തെല്ലാം കഷ്ടത വന്നാലും कोई भी कष्ट क्यों ना जाए, നമുക്ക് അത് സഹിക്കാനുള്ള കൃപ കിട്ടും. हमें उसे सहन करने का अनुग्रह मिलेगा। ആമേൻ. സ്തോത്രം പറഞ്ഞേ. ധന്യവാദ്. നമുക്ക് അതിന്റെ കൃപ കിട്ടും. उसका अनुग्रह हमें प्राप्त होगा। ഉറപ്പ്. അതുകൊണ്ട് ഈ സഹോദരി അവിടെ ഇഷ്ടത്തിന് വിൽക്കാനോ വിളമ്പാനോ ഒന്നും തയ്യാറായില്ല. वो अपने हिसाब से तेल बेचने के लिए या അതങ്ങനെ बांटने के लिए नहीं हुई, അങ്ങനെ വെച്ചിട്ട് ഓടി. वो वैसे के वैसे तेल रखकर उसके पास भागी। ഇത് കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു? പ്രവാചകനോട് പറഞ്ഞു. उसने भविष्यवक्ता के पास जाकर सारी बातें बताई, ശൂന്യത പറഞ്ഞ പ്രവാചകനോട് തന്നെ अपनी शून्यता के बारे में बोली, നിറഞ്ഞു കിട്ടിയെന്നും കൂടെ പറഞ്ഞു. अपनी भरपूरी के बारे में भी जाकर ഇനി बताया। അടുത്ത സ്റ്റെപ്പ് എന്താണ്? अगला कदम मुझे क्या करना है? പ്രവാചകൻ പറഞ്ഞു, നീ ചെയ്യേണ്ടത് ഇന്നതൊക്കെയാ. और भविष्यवक्ता ने बोला ये काम നോക്കുക, कर। ആ വീടിന്റെ ശൂന്യത പരിഹരിക്കപ്പെട്ടില്ലേ? उस घर की शून्यता का परिहार हो गया ना। അനുസരിച്ച വഴി എന്തെല്ലാം വഴികളാ. अनुसरण किया हुआ क्या क्या रास्ता। മക്കളോട് ഞാൻ പറയാം, അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ मैं कहना चाहूंगा, अनुसरण करने का मन है आपके पास, നിറയ്ക്കുന്നവൻ കൂടുണ്ട്. भरपूरी करने वाला साथ है, പ്രശ്നത്തിന് പരിഹാരം തരുന്നവൻ और കൂടുണ്ട്. मुसीबतों का परिहार करने वाला साथ है। ഒറ്റയ്ക്ക് സങ്കടം ചുമന്ന് നടക്കണ്ട. अकेले आपको दुख उठा के डोलने की जरूरत नहीं। പറയാനുള്ളവനോട് പറയുമ്പോൾ बोलने वाले के सामने जो बोलना है तो കൂട്ടിയിണക്കണ്ടവരെ തമ്പുരാൻ കൂട്ടിയിണക്കിക്കോളും. साथ जो रखने वाले को वो साथ देगा। എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. हम सब बोलने की बातों में एक ഇനി തലമുറയോടാകട്ടെ കുടുംബത്തോടാകട്ടെ ചിലരോട് നമുക്ക് പറയുന്നതിന് ചില പരിധിയുണ്ട്. हमारे परिवार वालों से या किसी से बोलने की एक सीमा होती है। ആമേൻ. സ്തോത്രം. നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. फिर हम सहन नहीं कर पाते। ചിലതിനൊക്കെ ചില പരിധികളുണ്ട്. सब बातों की एक सीमा होती है। പക്ഷെ നിന്നോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടോ? क्या आपके साथ खड़े होने के लिए कोई है? പ്രാർത്ഥിക്കുന്നവരുണ്ടോ? प्रार्थना करने वाले हैं क्या? ഒന്ന് പറഞ്ഞു പ്രാർത്ഥന. उनसे बोलकर प्रार्थना करें। അതിനൊരു വിടുതൽ ഭയങ്കരമാണ്. एक छुटकारा बड़ा है उसमें। അതിനെ തടുക്കാനോ തടയാനോ ആർക്കും उसको പറ്റില്ല. रोकने के लिए कोई भी नहीं रहेगा। എല്ലാ കണ്ണുകളും ഒരു सभी നിമിഷം आंखें बंद करें। ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു. एक मिनट अपने आप को समर्पण करें। ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ खुदा തയ്യാറാണ്. से प्रार्थना करने के लिए तैयार हो। ദൈവമേ, അങ്ങ് എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യാൻ प्रभु തയ്യാറാണ്. आप क्या बोलते हैं मैं करने के लिए तैयार हूँ। കാരണം അനുസരിച്ചവർക്ക് കിട്ടിയ വിടുതലുകൾ ഒന്നും രണ്ടൊന്നും അല്ല. क्योंकि अनुसरण करने वालों के लिए छुटकारा एक दो नहीं, വലിയ വിടുതലുകളാണ് സംഭവിച്ചത്. बड़े बड़े छुटकारे हुए। എനിക്ക് കിട്ടിയ വിടുതൽ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ പറയും. मैंने मिले हुए छुटकारा मैंने खुदा से कहा, അത് ദൈവത്തിന്റെ നാമത്തിന്റെ वो മഹത്വത്തിനാണ്. प्रभु की महिमा के लिए हो गया। അത് മറ്റുള്ളവന്റെ മഹത്വത്തിനല്ല, वो दूसरे व्यक्ति की महिमा के लिए, മനുഷ്യരുടെ മഹത്വത്തിനല്ല, मनुष्य की महिमा के लिए नहीं, ദൈവത്തിന്റെ മഹത്വത്തിന്, परमेश्वर की महिमा के लिए, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലത് തീരാം. परमेश्वर की महिमा।